കർമ്മഫലം. പൊതുവെ ജ്യോത്സ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. അതായത് കഴിഞ്ഞ ജന്മത്തിലെ ഫലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്നിട്ട് കുറെ കാര്യങ്ങളെല്ലാം അടിച്ചു വിടും. കാരണം കഴിഞ്ഞ ജന്മത്തിൽ എന്താണെന്ന് നമുക്കും അറിയില്ല, ആർക്കും അറിയില്ല, ഒരു തെളിവുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഈ ജന്മത്തിലെ പല കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങൾ പട്ടിയാണ് പൂച്ചയാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ. കാരണം ഇതിൽ വിശ്വാസമുള്ളവര് ശരി തന്നെ, അങ്ങനെ തന്നെ നമ്മൾ ധരിച്ചിട്ട് അങ്ങ് നടക്കും. പക്ഷെ ഇതിനെയൊന്ന് ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ല. അതാണ് സത്യം. എന്തെല്ലാമോ ആരെല്ലാമോ പറഞ്ഞു വിടുന്നത് അങ്ങ് അടിച്ചു പോവുകയാണ്. എന്താണ് കർമ്മഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജ്യോതിഷം പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലെ ഫലം തന്നെയാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അത് സത്യം തന്നെയാണ്. കാരണം അതേസമയം വേറൊന്നും പറയുന്നുണ്ട്. ചില പ്രബലമായ ഫലങ്ങള് അപ്പം തന്നെ അനുഭവിക്കാനിടയിൽ വരും. അത് പ്രശ്നം കൊണ്ടറിയണമെന്നും പറയുന്നുണ്ട്. എന്താണ് ഈ രണ്ട് വ്യത്യാസം? അടിസ്ഥാനപരമായ നമ്മളെ കർമ്മഫലം അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലെ തന്നെയാണ്. എന്നാൽ ചില ഫലം അപ്പം തന്നെ അനുഭവിക്കും. അത് പ്രശ്നം കൊണ്ടറിയണം. എന്താണത്? ഉദാഹരണമായിട്ട് നമ്മളൊരാളെ തല്ലിന്ന് വെച്ചോ, അപ്പൊ അയാൾ തിരിച്ചു തല്ലിയെന്ന അടുത്ത ജന്മത്തിൽ ജനിച്ചിട്ടാണ് തിരിച്ചു തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ അർത്ഥമില്ല. അടിച്ചാലും ചിലപ്പോൾ തിരിച്ചടി അപ്പം തന്നെ കിട്ടും, സംശയമൊന്നുമില്ല. ഒരുമാതിരി ആളെല്ലാം തിരിച്ചടിക്കും, എല്ലാവരും സഹിച്ചിരിക്കും, അത് വേറെ കാര്യം. അപ്പം ചില കർമ്മങ്ങളുടെ ഫലം അപ്പം തന്നെ കിട്ടും. ചെറിയ ചെറിയ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പം തന്നെ കിട്ടും. അല്ലെങ്കിൽ കുറച്ച് വർഷം, ഇപ്പം കേസ് റൂട്ടിയെല്ലാം കുറച്ച് വർഷം എടുത്തു പോകുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പ്രബലമായതെല്ലാം അപ്പം തന്നെ കിട്ടും. അതൊന്നും ജാതകം വെച്ച് പറയാൻ പറ്റൂല. ജാതകം വെച്ച് പറയുന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മഫലങ്ങളാണ്. അപ്പൊ എന്താണ് കഴിഞ്ഞ ജന്മത്തിലെ ഫലം ഈ ജന്മത്തിൽ എങ്ങനെ അനുഭവിക്കുന്നത്? നമ്മള് ഒരു തെങ്ങ് നട്ടാൽ പോലും അതിന്റെ ഫലം ചിലപ്പോൾ ഇപ്പം പെട്ടെന്ന് 2-3 വർഷം കൊണ്ട് കായ്ക്കുന്നതും കൊണ്ട്, അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത തലമുറയെ അത് അനുഭവിക്കാൻ പറ്റും. പല മരങ്ങളും നമ്മൾ നടുന്നൊന്നും നമുക്ക് അനുഭവിക്കാനുള്ള യോഗമില്ല. അത് ചെറിയ കാര്യങ്ങൾ, സാധാരണ മനുഷ്യരുടെ കാര്യങ്ങൾ. അപ്പൊ അതേസമയം ഒരു ശാസ്ത്രലോകമാണ്. പാടുപെട്ട് അയാൾ മരിക്കാൻ വേണ്ട തയ്യാറായിട്ട് ജീവിതം പോലും ഉപേക്ഷിച്ചിട്ട് ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. അതിന്റെ ഫലമെല്ലാം നടപ്പാക്കി വരുമ്പോൾ കുറെ വർഷം പിടിക്കും. അപ്പൊ അയാൾ ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച എത്രയോ വ്യക്തികൾ മരിച്ചിട്ടുമുണ്ട്. പക്ഷെ അവര് ആ ഫലങ്ങളൊന്നും, അതിന്റെ ഫലമൊന്നും ഇത് പറ്റുന്നില്ല, അപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അടുത്ത ലോകം പുരോഗമിക്കുകയാണ്. പുനർജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ അടുത്ത ജന്മത്തിൽ വരുമ്പോൾ അവർ ഈ ഫലമാണ് അനുഭവിക്കുന്നത്. അതാണ് കർമ്മഫലമാണ് അനുഭവിക്കുന്നത് എന്ന് പറയുന്നത്. വലിയ അടിസ്ഥാനപരമായ ചേഞ്ചുകൾ ഉണ്ടാക്കുന്ന കർമ്മഫലങ്ങൾ. നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫലം എപ്പേ കിട്ടൂ? എല്ലോന്നും അപ്പം കിട്ടിയെന്ന് വരില്ല. അതെല്ലാം പ്രശ്നം നോക്കി പറഞ്ഞോന്ന് പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനപരമായിട്ട്. കാരണം ഇന്ന് നമ്മൾ കാറിലെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കാറിനെ മോഡിഫൈ കാളവണ്ടീനെ മോഡിഫൈ ചെയ്യേണ്ടി എല്ലാം എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവുമായിരിക്കും പലവരും. അപ്പൊ അങ്ങനെ അതിലെല്ലാം നമ്മളും ചെറിയ ഭാഗവാക്കെല്ലാം ആയിട്ടുണ്ടാവും. വെറും കാറ് മാത്രമല്ലല്ലോ, പല ഫീൽഡുകളിലും ജനങ്ങൾ പലതരത്തിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇപ്പം ജനിക്കുമ്പോൾ എന്ത് കിട്ടും? അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കും. ഇതാണ് കഴിഞ്ഞ ജന്മഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന്. കാരണം കഴിഞ്ഞ ജന്മത്തില് ഒരു ജ്യോത്സ്യർ പറയുമ്പോൾ നിങ്ങൾക്കൊരു കാളവണ്ടി, നല്ല കാളവണ്ടി, നല്ല വെളുത്ത കാളനെ കെട്ടിയ വണ്ടി കിട്ടാനുള്ള യോഗമുണ്ട് എന്നെല്ലാം പറയും. ഇന്നത്തെ യുഗത്തിൽ അത് പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾക്ക് നല്ല വെളുത്ത അവനപ്പം തന്നെ എണീച്ചു പോകും. അപ്പൊ ഇന്ന് പറയണ നിങ്ങൾക്ക് നല്ലൊരു കാറ് കിട്ടാനുള്ള. അപ്പൊ ഓരോ കാലഘട്ടത്തിലും നമ്മൾ അതിനനുസരിച്ചാണ് ഫലങ്ങൾ പറയുന്നത്. ഈ ഫലം നമ്മൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മ കർമ്മഫലങ്ങൾ തന്നെയാണ്. വലിയ വലിയ കർമ്മങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതാണ് ശാസ്ത്രീയമായി പറഞ്ഞത്. ആ ഫലങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. പണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ വല്ല രോഗവും കൊണ്ട് മരിച്ചിരിക്കും. കാരണം അതിനുള്ള മരുന്നൊന്നും അന്നില്ല. പക്ഷെ പലവരും അതിനുവേണ്ടി മെനക്കെട്ട് പല ഗവേഷണങ്ങളും എല്ലാം നടത്തിയിട്ടിടുക. പക്ഷെ ഈ ജന്മത്തിൽ നമുക്ക് എന്ത് പറ്റുന്നു? അതിനുള്ള ആ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടാനുള്ള മരുന്ന് നമുക്ക്
ഉണ്ട്. അത് കഴിഞ്ഞ ജന്മഫലം തന്നെ, കർമ്മഫലം തന്നെ ആണ്. അതാണ് കർമ്മഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പൂച്ചയെ ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യനാകുന്ന പ്രശ്നമേയില്ല. പൂച്ച എന്ത് കർമ്മ, എല്ലാ കാലത്തും ഏത് കാലത്തുള്ള പൂച്ച ചെയ്യുന്ന എലീനെ പിടിക്കുക, ഇപ്പോഴത്തെ പൂച്ച എലീനെയും പിടിക്കില്ല. അപ്പോൾ അത് ശരിക്കും മനുഷ്യനായി ജനിക്കാൻ എന്ത് കർമ്മ അവർ ചെയ്യേണ്ട, ഒരു മനുഷ്യനായി ജനിക്കേണ്ടത്. പക്ഷെ മനുഷ്യന് ചിലപ്പോൾ പട്ടിയായിട്ടെല്ലാം ജനിക്കാം, അല്ലെ പശുവായിട്ടെല്ലാം ജനിക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരുത്തരം തിന്നലും കുടിക്കലും മാത്രമേ ജോലിയുള്ളൂ എങ്കിലും തിന്ന് നടക്കലേ വേറെ ഒരു കർമ്മവും ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ജന്മത്തിൽ അവനെ ജനിപ്പിച്ചിട്ട് വേറെ പ്രകൃതിക്ക് വേറെ കാര്യമൊന്നുമില്ല. ഇങ്ങനെ മനുഷ്യനായിട്ട് ജനിച്ചിട്ട്, കാരണം അവൻ ബുദ്ധി ഉപയോഗിക്കാൻ എന്ത് ചെയ്യാറുള്ള മറ്റുള്ളവന്റെ ബുദ്ധി കൊണ്ടാണ് ജീവിക്കുന്നത്. അവനെ പിന്നെ മനുഷ്യനായിട്ട് ജനിപ്പിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ അവന് അടുത്ത ജന്മത്തിൽ ഒരു പശുവായിട്ട് ചിലപ്പം ജനിപ്പിച്ചെന്ന് വരും. കാരണം എന്താണ്, അവന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ തിന്നലും കുടിക്കലാണ്. അപ്പൊ പശുവാകുമ്പോ നിന്ന് കുടിച്ച് നടന്നോളും. അപ്പൊ അങ്ങനെ ചിലപ്പം സംഭവിക്കാം. അപ്പോൾ നമ്മുടെ അപ്പം ജാതകത്തിലെല്ലാം നോക്കുമ്പോൾ ചിലവർ പറയും ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്താണെന്ന്. അപ്പൊ ജ്യോത്സ്യന്മാരാണ്, സാധാരണ ജ്യോത്സ്യന്മാരാണെങ്കിൽ അടിച്ചു കൊടുക്കും, നീ പട്ടിയാണ് പൂച്ചയാണ് എന്തെങ്കിലും അങ്ങ് അടിച്ചു കൊടുക്കാൻ പറ്റും, ഇവന് വിശ്വസിക്കുകയെ നിവൃത്തിയുള്ളൂ. പക്ഷെ ഇതിൽ കുറച്ച് സത്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളാക്കുന്നത് നമ്മളുടെ ജനിതക ഘടനയും ഗ്രഹങ്ങളുടെ സ്വാധീനവുമെല്ലാമാണ്. അപ്പൊ രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് ജനിതക ഘടന, മറ്റ് ഗ്രഹം പഠിക്ക ജീവാത്മാവ് എന്നെല്ലാം പറയാം. ഇത് രണ്ടും കൂടിയതാണെന്നാണ്. അപ്പൊ ഈ ജനിതക ഘടന അനുസരിച്ചാണ് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് തന്നെ ഉണ്ടാവും, ഏകദേശം അതേ ജനിതക ഘടനയെല്ലാം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ജന്മം. അപ്പൊ നമ്മളാക്കുന്നത് ഈ ജനിതക ഘടനയായതുകൊണ്ട്, അതുകൊണ്ടാണ് 9ാം ഭാവം കൊണ്ട് അച്ഛനെ ചിന്തിക്കുമ്പോൾ 9ാം ഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അച്ഛനെ പറ്റി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജീനിനെ പറ്റി തന്നെ, നമുക്ക് എവിടെ നിന്നാണോ ജീന് കിട്ടിയത് അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പൊ ആ ഭാവം കൊണ്ട്, ആ ഭാവം വളരെ നല്ലതാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് ഇങ്ങനെയെല്ലാം പറയാമെന്നല്ലാതെ അന്ന് പട്ടിയാണ് പൂച്ചയാണെന്നൊന്നും പറയാനുള്ള വകുപ്പൊന്നും അവിടെ ഇല്ല. അതെല്ലാം പിന്നെ ഇവർ അങ്ങനെ വ്യാഖ്യാനിക്കലാണ് ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആൾക്കാർക്കും ഇത് അറിഞ്ഞിട്ട് എന്ത് ചുക്കാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിലെ ഫലം എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കും ഞാൻ എന്താ കഴിഞ്ഞ വർഷം ചോദിക്കും. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വിട്ട് കൊടുക്കണ്ടേ. അപ്പം പറയും നിങ്ങൾ ഇന്നതാണ് പഴയത്, കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ അവനങ്ങ് വിശ്വസിച്ച് പോകും. വേറെ അതിനെ കൊണ്ട് ഗുണമൊന്നുമില്ല. പക്ഷെ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ ജീനിന് ബന്ധമുണ്ട്. അപ്പൊ അടുത്ത ജന്മത്തിൽ നമ്മൾ ജനിക്കുമ്പോഴും നമ്മൾ ഈ സ്വഭാവങ്ങളെല്ലാം ഓരോരുത്തരും യോജിച്ച ഒരു ജന്മം തന്നെയാണ് അടുത്തതിൽ കിട്ടുക. കാരണം നമ്മളാക്കുന്നത് ജീനും ഈ ഗ്രഹങ്ങളുടെ പ്രത്യേക ഒരു സ്വഭാവമാണ്. അതാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അത് പിന്നീട് നമുക്ക് കാണാം. ജീവാത്മാവ് എന്താണ് ശാസ്ത്രീയമായി തന്നെ കാണാം. അപ്പൊ ഇത് രണ്ടും കൂടിയതാണ് നാം. അപ്പോൾ അടുത്ത ജന്മത്തിലും ഇതെല്ലാം കുറേയെല്ലാം വന്നാലേ നമ്മളായി ജനിക്കുകയുള്ളൂ. പക്ഷെ അതുകൊണ്ട് നമ്മൾ അതേപോലെ ജനിക്കണമെന്നില്ല. കാരണം ഈ സാഹചര്യത്തിൽ ജീവിച്ച മാതിരിയല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്, ജീവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കാട്ടിലെല്ലാം താമസിച്ച കാലങ്ങളുണ്ട്. അന്നത്തെ രീതിയിലൊന്നുമല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. ശൈലി വ്യത്യാസമുണ്ട്. അപ്പൊ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ കർമ്മഫലവും വ്യത്യസ്തമാണ്. അന്ന് മനുഷ്യൻ എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടുണ്ടോ അതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ നമ്മുടെ പൂർവികർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അന്ന് നമ്മളും അവിടെ ഉണ്ടാവാം. അപ്പോൾ അതിന്റെ ഫലം തന്നെയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഇതാണ് ഇതിന്റെ ശാസ്ത്രീയമായ വ്യാഖ്യാനം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരാൾ തിന്നും കുടിക്കുന്നൊക്കെയാണെങ്കിൽ പശുവായിട്ട് ജനിക്കാം. ചിലവർക്ക് ഈ കല്ലോട് വലിയ താല്പര്യമായിരിക്കും, എപ്പോഴും കല്ലിന്റെ പിന്നാലെയായിരിക്കും. കണ്ടിട്ടില്ലേ പലതരം കല്ലുകളെല്ലാം വാങ്ങി ഇങ്ങനെ അവരുടെ മാനസിക ഘടന, ജനിത ഘടന അങ്ങനെ എന്തെല്ലോ ആണ്. അപ്പൊ അവര് ജനിക്കുന്ന ചിലപ്പോൾ എന്തായിട്ട് ജനിക്കും, നല്ലൊരു മൊസൈക്ക് പോളിഷ് ചെയ്യുന്നവനായിട്ടെല്ലാം ജനിക്കാം. കാരണം കല്ലോട് അത്രയും വലിയ താല്പര്യമാണ്, എപ്പോഴും കല്ലും പിടിച്ചാൽ കളി. അപ്പൊ അവന് നല്ല മൊസൈക്കെല്ലാം വരക്കുന്ന ജോലിയായിട്ട് ജനിക്കാം. ഇപ്പം ചിലവർ പണത്തിനോട് വലിയ ആർത്തിയാണ്. അപ്പൊ അടുത്ത ജന്മത്തിൽ ജനിക്കുമ്പോൾ എന്താ, വല്ലയിടത്തും വല്ല ബിൽ കളക്ടറാകാം. എല്ലായിടത്തും പോയി പൈസ വാങ്ങി ഇങ്ങനെ ഏത് സമയം എണ്ണാം. അല്ലെങ്കിൽ എന്താകാം, വല്ലയിടത്തും പണം എണ്ണുന്ന ജോലി കിട്ടാം. ഇപ്പം ഭണ്ഡാരപ്പെട്ടിയിലെല്ലാം പണമെല്ലാം എണ്ണാനാണ് വേണ്ടിയല്ല. അപ്പൊ എപ്പോ അതിനോട്ടുള്ള, അപ്പൊ അതെല്ലാം ജനിതകമായ ഒരു സ്വഭാവമാണ്.
അത് അടുത്ത ജന്മത്തിലും ചിലപ്പം കിട്ടിയെന്ന് വരും. അത് കർമ്മഫലം തന്നെയാണ്. പക്ഷെ അന്ന് ചിലപ്പം പണം ഇടുന്നത് ഈ ഭണ്ഡാരത്തിലെ പണം ഇടുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇലക്ട്രോണിക്സ് വെച്ചിട്ടായിരിക്കും. ഭണ്ഡാരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അന്ന് ഭണ്ഡാരത്തിലും പണം ഇടലൊന്നും ആയിരിക്കില്ല, അവിടെ ഒരു ATM കാർഡ് ഉണ്ടാവും, അത് ഇട്ടിട്ടായിരിക്കും. അപ്പം പിന്നെ ഇവന് കമ്പ്യൂട്ടർ റൂമിലിരുന്നിട്ട് അതിൻ്റെ അത് നോക്കിയിട്ട് പണത്തിന്റെ കണക്കെടുത്താൽ മതി. ആ വ്യത്യാസങ്ങളുണ്ട്. കർമ്മഫലം, ഇന്ന് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അടുത്ത ജന്മത്തിൽ അനുഭവിക്കുക. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ അനുഭവിക്കും. ഇതാണ് ഈ പറയുന്നതിന്റെ പിന്നിലുള്ള ശാസ്ത്രം. അതായത് ലോകം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം തന്നെയാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മളും നമ്മളെ പോലെയുള്ള ആൾക്കാരും എല്ലാം പൂർവികരുമെല്ലാം എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടാണോ കർമ്മം ചെയ്തത്, അതുകൊണ്ടുണ്ടാകുന്ന പുരോഗതിയുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഒരു വ്യത്യാസവും ഇല്ല, ശാസ്ത്രീയം തന്നെയാണ്. പിന്നെയുള്ളത്, കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങൾ നമ്മുടെ ജനിതക ഘടനയാണ്. ജനിതക ഘടനയും നമ്മുടെ ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേക ഗ്രഹങ്ങളുണ്ട്, അതാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അതും കൂടിയതാണ് നമ്മുടെ സ്വഭാവങ്ങൾ നിശ്ചയിച്ചത്. അപ്പൊ അടുത്ത ജന്മത്തിലും നമ്മളായി ജനിക്കേണ്ടിക്ക് ഈ സ്വഭാവങ്ങളെല്ലാം വേണം. അപ്പൊ ഈ ഘടനയെല്ലാം ഒത്തുവരണം. അങ്ങനെ വരുമ്പോൾ അത് 9ാം ഭാവമായിട്ട്, നമ്മളുടെ ജനിതക ഘടനയല്ല 9ാം ഭാവമായിട്ട്. അതുകൊണ്ടാണ് അച്ഛനല്ല 9ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. 9ാം ഭാവം 4ാം ഭാവത്തിന് അമ്മയുടെ ഭാവമായിട്ടെല്ലാം ബന്ധമുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ജനിതക ഘടനകൾ നിശ്ചയിക്കുന്നത്. അപ്പൊ അതിൽ വെച്ചുകൊണ്ട് ആ ഭാവം നല്ലതാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നല്ല കർമ്മം ചെയ്തു എന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഈ ജന്മത്തിൽ നമ്മൾ വലിയൊരു ആറ്റോമിക് അല്ലെ റോക്കറ്റ് വിടുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളും റോക്കറ്റ് വിട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല. അന്ന് റോക്കറ്റ് കണ്ടെത്തിയിട്ട് പോലും ഉണ്ടാവില്ല, കണ്ടെത്താനുള്ള ശ്രമത്തിലേ ഉണ്ടാവും. അതിനുള്ള ഗവേഷണം നടത്തുന്ന കാര്യത്തിലായിരിക്കും അന്ന് ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നത് തന്നെ അന്ന് ചെയ്തു എന്നും അതിനെക്കാട്ടി മോശം തന്നെയായിരിക്കും. കാരണം ലോകം പുരോഗമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ജന്മത്തിലുള്ള ഗുണമൊന്നും കഴിഞ്ഞ ജന്മത്തിലില്ല. അപ്പൊ അന്നത്തെ പരിശ്രമ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഇത് അനുഭവിക്കുന്നത്. ഇതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ 9ാം ഭാവം കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, കഴിഞ്ഞ ജന്മത്തിൽ കാട്ടിൽ താമസിക്കുമ്പോൾ നിങ്ങൾ ഒരു ഇന്ന സ്വഭാവത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നെല്ലാം വേണമെങ്കിൽ പറയാം. അപ്പം അതാണ് ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം. അല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിന് അർത്ഥമില്ല. എന്നാൽ പ്രബലമായ കർമ്മഫലങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ അനുഭവിക്കും. ചില കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം, ഇപ്പൊ ഒരു പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗുണം അത് കുടിക്കാൻ പറ്റുന്ന അടുത്ത ജന്മം എന്ന് പറയുന്നതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് കുടിക്കുകയെല്ലാം ചെയ്യാം. അപ്പം ഈ ഫലങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്നൊന്ന് അന്നന്ന് ചെയ്യുന്ന കർമ്മഫലങ്ങൾ, ഡെയിലി ആക്ടിവിറ്റീസ്, അതെല്ലാം അപ്പം തന്നെ അനുഭവിക്കും. വേറൊന്ന് അടിസ്ഥാനപരമായ കർമ്മഫലങ്ങൾ, അത് ലോക പുരോഗതി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ കഴിഞ്ഞ കർമ്മത്തിലെ പൂർവികർ എന്തെല്ലാം, അതിൽ നമ്മളും പെടും. എന്തെല്ലാം കർമ്മം ചെയ്തോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പുരോഗമിച്ച ലോകം അടുത്ത ജന്മത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ ഇടവരും.